നമ്മുടെയൊക്കെ കണ്ണു തുറപ്പിക്കുന്ന ഒരു അനുഭവമാണ് യഥാർത്ഥത്തിൽ. ഏതായാലും ഇതിൽ രോഗികൾക്കാർക്കും മരണം സംഭവിച്ചിട്ടില്ല, പുക പടർന്നത് കൊണ്ട് കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായിട്ടൊരു കാര്യമാണ്. കാരണം എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നമ്മളൊരു സംസ്ഥാനം ഒട്ടാകെ അതിന് ഉത്തരവാദികളാകുമായിരുന്നു. ഏതായാലും വലിയ കാഷ്വാലിറ്റീസ് ഇല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചു. അവിടെയുള്ള സ്റ്റാഫിന്റെയും ഹോസ്പിറ്റൽ മറ്റുള്ള ആളുകളുടെയൊക്കെ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് ഒരാൾക്ക് പോലും ജീവൻ അപകടം സംഭവിക്കാതെ ഇത് പരിഹരിക്കാൻ സാധിച്ചു എന്നത് വളരെ സന്തോഷകരമായ, വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾക്കൊന്നും വലിയ പ്രസക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിൽ പോലും നമ്മുടെ ആരോഗ്യ മേഖലയുടെ ഒരു അവസ്ഥയെ സംബന്ധിച്ച് കൂടുതൽ ഒരു ആലോചനയ്ക്കുള്ള ഒരു അവസരമായി നമ്മൾ ഇതിനെ മാറ്റിയെടുക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. യഥാർത്ഥത്തിൽ നമ്മൾ കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ മികവിനെ പറ്റി പറയുമ്പോഴെല്ലാം നമ്മൾ യഥാർത്ഥത്തിൽ സ്വകാര്യ മേഖലയിലുള്ള മികവിന്റെ തോളിൽ ചാരി നിന്നുകൊണ്ട് ഈ പൊതുമേഖലയിലുള്ള പോരായ്മകളെ മറച്ചു പിടിക്കുകയാണ് ചെയ്യാറ്. കേരളം ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ എന്ന് നമ്മൾ പറയുമ്പോൾ പോലും അവിടുത്തെ യാഥാർത്ഥ്യം കേരളത്തിന്റെ നമ്പർ 1 നിലനിർത്തുന്നത് പ്രൈവറ്റ് സെക്ടറിന്റെ വലിയ രീതിയിലുള്ള മികവാണ് എന്നുള്ളതാണ്. അതായത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ 80% ആംബുലേറ്ററി കെയർ ആണെങ്കിലും 60% ഇൻപേഷ്യന്റ് കെയർ ആണെങ്കിലും നിർവഹിക്കുന്നത് പ്രൈവറ്റ് സെക്ടറാണ്. 40% ആളുകൾ മാത്രം, ഒരു നിവൃത്തിയില്ലാത്ത ആളുകൾ മാത്രം സർക്കാർ ആശുപത്രികളെ, പൊതു ആരോഗ്യ മേഖലയെ ആശ്രയിക്കുന്ന രീതിയിൽ പൊതുജനത്തിന്റെ ട്രസ്റ്റ് പോലും പൊതു ആരോഗ്യ മേഖലയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പൊതു ആരോഗ്യ മേഖല, നമ്മുടെ പബ്ലിക് ഹെൽത്ത് സെക്ടർ എന്ന് പറയുന്നത് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ പോലും വളരെ താഴ്ന്ന നിലയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് ദുരഭിമാനമില്ലാതെ നമ്മൾ അംഗീകരിക്കുകയും അത് പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുകയും വേണം. ഏറ്റവും പ്രധാനമായി ഞാൻ കാണുന്ന കാര്യം ഈ പൊതുജനാരോഗ്യ മേഖലയ്ക്കുള്ള ബജറ്ററി അലോക്കേഷനാണ്. നമുക്കൊരു നാഷണൽ ഹെൽത്ത് സ്കീം 2017 പൊതുജനാരോഗ്യ സ്കീം ഉണ്ട്. ആ നാഷണൽ ഹെൽത്ത് സ്കീം പറയുന്നത് ഓരോ സംസ്ഥാനത്തിന്റെയും ബജറ്റിന്റെ ഏറ്റവും ചുരുങ്ങിയത് 8% പബ്ലിക് ഹെൽത്ത് സെക്ടറിനെ നീക്കി വെക്കണം. സംസ്ഥാന GDP-യുടെ 2.5% പബ്ലിക് ഹെൽത്ത് സെക്ടറിനെ നീക്കി വെക്കണം എന്നുള്ളതാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കുറച്ച് പൈസ പൊതുജനാരോഗ്യ മേഖലയ്ക്ക് നീക്കി വെക്കുന്ന സംസ്ഥാനം നമ്മളാണ്. 2024-25 കണക്ക് പ്രകാരമാണെങ്കിൽ നമ്മുടെ ജനറൽ ബജറ്റിന്റെ 5.5%, 5.5% ആണ് പബ്ലിക് ഹെൽത്ത് സെക്ടറിനുള്ള ബജറ്ററി അലോക്കേഷൻ. നാഷണൽ ആവറേജ് 6.2 ആണ്, 6.2% എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഇത് എങ്ങനെയാണ് കാലം കൊണ്ട് ഈ പബ്ലിക് ഹെൽത്തിലുള്ള കോൺട്രിബ്യൂഷൻ കുറഞ്ഞു വന്നത്? 1983-84 കാലത്ത് മൊത്തം ബജറ്റിന്റെ 8.8% പൊതുജനാരോഗ്യ മേഖലയ്ക്ക് ആയിരുന്നു. 93-94 ആയപ്പോഴേക്ക് അത് 7%, 2014-15 ആയപ്പോഴേക്ക് അത് 6%, 2024-25 ആയപ്പോഴേക്ക് അത് 5.5% എന്നുള്ള നിലയിൽ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? ഇതുകൊണ്ട് സംഭവിക്കുന്ന ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ആരോഗ്യ മേഖലയെ ആശ്രയിക്കാൻ കഴിയുന്നില്ല. പ്രൈവറ്റ് ഹെൽത്ത് സെക്ടറിനെ മാത്രം ആശ്രയിക്കേണ്ട ഗതികേടിൽ നിൽക്കുകയാണ് ആളുകൾ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഔട്ട് ഓഫ് പേഷ്യന്റ് എക്സ്പെൻഡിച്ചർ ഉള്ള സംസ്ഥാനമായിട്ട്, കയ്യിൽ നിന്ന് പണം കൊടുത്താൽ മാത്രം ചികിത്സ കിട്ടുന്ന അവസ്ഥയിലുള്ള ഒരു സംസ്ഥാനമായിട്ട് നമ്മൾ മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനത്തെ കണക്ക് പ്രകാരം ശരാശരി മലയാളി അയാളുടെ മൊത്തം വരുമാനത്തിന്റെ 40% ചികിത്സയ്ക്കായിട്ട് വിനിയോഗിക്കുന്നു എന്നാണ്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന, നമ്മുടെ ഭാവിക്ക് വേണ്ടി നീക്കി വെക്കേണ്ട പൈസയുടെ 40% നമുക്ക് ചെലവഴിക്കപ്പെടുന്നത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനമായിട്ടൊരു അക്യൂട്ടായിട്ടുള്ള രോഗം വന്നു കഴിഞ്ഞാൽ തകരാവുന്ന സാമ്പത്തിക സുരക്ഷിതത്വമേ 80% മലയാളികൾക്കുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിൽ നമ്മൾ നിൽക്കുകയാണ്. കേട്ടില്ല, ഇടപെട്ടിരുന്നോ? ശരി, ഓക്കെ, ഞാൻ ആ പോയിന്റിലേക്ക് വരാം. ഞാൻ പറയുന്നത് ഇതിപ്പോ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഒരു അവസ്ഥയെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കണം. വടക്കൻ മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്നല്ല, കേരള സമൂഹത്തിലെ 40% ആളുകൾ ചികിത്സയ്ക്കായിട്ട് ആശ്രയിക്കുന്ന ഒരു പ്രധാന കേന്ദ്രമാണിത്. ഇന്ന് ഭാഗ്യവശാൽ അവിടെ ഈ പറയുന്ന 40ഓളം ബാറ്ററികൾ പൊട്ടിത്തെറിക്കുകയും ഈ പറയുന്ന പുകപടലം പരക്കുകയും ചെയ്തിട്ട് ഇന്ന് ഭാഗ്യവശാൽ അപകടമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് മറ്റൊരു തരത്തിലായിരുന്നെങ്കിൽ നമ്മൾ ആരോട് സമാധാനം പറയുമായിരുന്നു. ഇത് എത്ര വലിയൊരു സംഭവമാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇത്രയേറെ രോഗികൾ, അതായത് 3000-ന് മേലെ ഓരോ ദിവസവും ഇൻപേഷ്യന്റ് ഉള്ള ഒരു ആശുപത്രിയാണത്. അവിടെയാണ്, ഒരു ആശുപത്രിക്കുള്ളിലാണ് ഇത്തരത്തിലൊരു സ്ഫോടനം നടക്കുന്നത്. അത് മറ്റൊരു തരത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ടായിരുന്നു. തീപിടുത്തം സംഭവിക്കുകയോ പുകപടലം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിക്കുകയോ ആളുകൾക്ക് കാഴ്ച കിട്ടാത്ത ഒരു അവസ്ഥ വരികയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ കാഷ്വാലിറ്റി റേറ്റ് വളരെ കൂടുതലായിരുന്നു. നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന സംഭവങ്ങളെ രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യം കൊണ്ട് അതിന്റെ പേരിൽ വലിയ അപലപനം നടത്തുന്ന ആളുകൾ യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രാഥമികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെല്ലാം എന്താണ് നമ്മുടെ ഈ പ്രൈമറി ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിലുള്ള മാതൃശിശു മരണനിരക്കും ശിശുമരണനിരക്കും ലൈഫ് എക്സ്പെക്ടൻസിയും പോലുള്ള പ്രൈമറി ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് വെച്ചുകൊണ്ട് നമ്മൾ ഏറ്റവും മുകളിലാണ്, അതുകൊണ്ട് നമുക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് വെള്ളപൂശിയല്ല വേണ്ടത്. യഥാർത്ഥത്തിൽ നമ്മുടെ പൊതുജനാരോഗ്യ മേഖലയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. അവിടെ ബജറ്ററി അലോക്കേഷൻ വളരെ കുറവാണ്. അവിടെ സർക്കാരിന്റെ ശ്രദ്ധ
വളരെ കുറവാണ്. ശരി, സർക്കാരിന് ശ്രദ്ധ കുറവാണെന്നുള്ളതാണ് BJP യുടെ ആരോപണം.